ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് റെസിൻ ആർട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഒരു റെസിൻ ഫ്രെയിം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഐറ്റംസ് ഞാൻ ആമസോണിൽ നിന്നും ക്രാഫ്റ്റിംഗർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മോൾഡിലാണ് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ബബിൾ റിമൂവർ സ്പ്രേ അതിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വാങ്ങിയിട്ടുള്ളത് 3:1 റേഷ്യോയിലുള്ള റെസിനും ഹാർഡനറുമാണ്. അപ്പോൾ അത് രണ്ടും എടുത്തിട്ട് ആ അളവിൽ തന്നെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ പതുക്കെ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. കുറച്ച് വൈറ്റ് പിഗ്മെൻറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയെങ്കിലും ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ബബിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചൊരു ഡിസൈൻ പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പരീക്ഷണം അതുകൊണ്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാനൊരു സൈഡിൽ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. ഇത്രയും ചെയ്തിട്ട് ഒരു 24 hours നമ്മളിത് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് സെറ്റ് ആകുമോ അല്ലെങ്കിൽ കുളമാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു കേട്ടോ. റെസിൻ സെറ്റ് ആവണതിന് മുൻപ് ഞാൻ മോൾഡൊന്ന് നനയ്ക്കായിരുന്നു. അപ്പോൾ സംഭവിച്ചതായിരിക്കണം ഇത്. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ആരും ചെയ്യാണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഈ ഫ്രെയിമിലേക്ക് വീണ്ടും ബബിൾ റിമൂവർ സ്പ്രേ അടിച്ചതിന് ശേഷം നമ്മൾ റെസിൻ എടുക്കുന്നുണ്ട് അടുത്ത ലെയറിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. 2 ഫോട്ടോ ലാമിനേറ്റ് ചെയ്തത് ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഗോൾഡൻ ഫ്ലേക്സിൻ്റെ ആ ഒരു വൃത്തികേട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചു. 2 സ്റ്റിക്കറും ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബെറ്റർ ടുഗദർന്നും ഹാപ്പി ആനിവേഴ്സറി എന്നും ഉള്ള 2 സ്റ്റിക്കറാണ് ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ലെയർ റെസിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുൻപേ റെസിൻ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കപ്പിൽ തന്നെ ഇരുന്നത് കട്ടയായി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റെസിൻ മിക്സ് ചെയ്താലും മതിയാവും. കുറച്ച് മുത്തുകൾ ഞാൻ 2 ഫോട്ടോയിലും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫോട്ടോയുടെ താഴെയും മറ്റേ ഫോട്ടോയുടെ മുകളിലും ഒരു ലെയറായിട്ടാണ് ഞാൻ ഈ മുത്തുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടി ഇനി ബാക്കിയുള്ള റെസിനും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ റെസിൻ ആർട്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കും ഗ്ലൗസും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. കാരണം ചിലർക്കൊക്കെ ഇത് അലർജി ഉണ്ടാക്കാറുണ്ട്. ഇത്രയും ചെയ്തിട്ട് ഞാൻ നിർത്താമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കൊരു തൃപ്തിയില്ലായ്മ. കാരണം അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തു. അത് മറ്റൊരു അബദ്ധമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലിറ്റർ പൗഡർ നമ്മുടെ ഫോട്ടോയിലോട്ടൊക്കെ റെസിനിലൂടെ സ്പ്രെഡായിട്ട് വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ റെസിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒഴുകി സ്പ്രെഡാകും. അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ ചെയ്തു വെച്ചു. പിന്നെ സ്റ്റിക്ക് ഉപയോഗിച്ച് അത് ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അടുത്ത 24 hours കൂടെ അത് സെറ്റാക്കാനായിട്ട് വെച്ചു. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനത് ഡിമോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ പരീക്ഷണം ആയതുകൊണ്ട് നമ്മൾ റെസിൻ എടുത്തതിൻ്റെയൊക്കെ മെഷർമെൻറ്റൊക്കെ കറക്റ്റാണോ, അത് സെറ്റായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയായിരുന്നു. ചെയ്തത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.